കാർഷിക വാർത്തകൾ. PM കിസാൻ ആനുകൂല്യം അനർഹരായ കർഷകരിൽ നിന്നും തിരിച്ചുപിടിച്ചെന്ന കേന്ദ്ര സർക്കാർ. 416 കോടി രൂപയാണ് തിരിച്ചുപിടിച്ചതെന്നും കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2019 പദ്ധതി ആരംഭിച്ചത് മുതൽ 19 ഗഡുക്കളായി കേന്ദ്ര സർക്കാർ 3.68 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ചൌഹാൻ സഭയെ അറിയിച്ചു. അർഹരായ ഗുണഭോക്താക്കൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ നൽകുന്നുള്ളൂ എന്നുറപ്പാക്കാൻ ലാൻഡ് സീഡിംഗ്, ആധാർ അധിഷ്ഠിത പേയ്മെന്റ്, KYC എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കർഷകരുടെ ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചതായി ചൌഹാൻ പറഞ്ഞു. PM കിസാൻ പദ്ധതി പ്രകാരം പ്രതിവർഷം 6000 രൂപ 3 തുല്യ ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കൈമാറുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഴ്ചതോറും ഗോതമ്പ് സ്റ്റോക്ക് റിപ്പോർട്ട് ചെയ്യുന്ന രീതി കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുന്നു. പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരും. ഭക്ഷ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനും വിപണിയിലെ ഊഹാപോഹങ്ങൾ തടയുന്നതിനുമായാണ് സർക്കാരിന്റെ ഈ നീക്കം. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ, ചില്ലറ വ്യാപാരികൾ, സംസ്കരണക്കാർ എന്നിവരാണ് സ്റ്റോക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ നിർദ്ദേശപ്രകാരം എല്ലാ നിയമപരമായ സ്ഥാപനങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിൽ അവരുടെ ഗോതമ്പ് സ്റ്റോക്കിന്റെ നില രേഖപ്പെടുത്തണം. നിലവിലുള്ള ഗോതമ്പ് സ്റ്റോക്ക് പരിധി മാർച്ച് 31 അവസാനിക്കും. പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സ്ഥാപനങ്ങൾ ഉടൻ സ്റ്റോക്ക് റിപ്പോർട്ടിംഗ് ആരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വില നിയന്ത്രിക്കുന്നതിനും രാജ്യത്തുടനീളം ഗോതമ്പ് ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സ്റ്റോക്ക് വിവരങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വേനൽ മഴ വില്ലനായി. നെൽകർഷകർ ആശങ്കയിൽ. സ്വകാര്യ മില്ലുകാർക്ക് നെല്ല് വിറ്റഴിച്ച് കർഷകർ. വേനൽ മഴയ്ക്ക് ശമനമില്ലാത്തത് സംസ്ഥാനത്തെ നെൽ കർഷകരെ ആശങ്കയിലാക്കുന്നു. മഴ വിട്ടുനിൽക്കുന്ന സാഹചര്യം നോക്കിയാണ് കർഷകർ കൊയ്ത്തു പൂർത്തിയാക്കാനും നെല്ലുണക്കുന്നതും. പല പാടശേഖരങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. കൊയ്ത്ത് യന്ത്രങ്ങൾ വെള്ളക്കെട്ടിൽ താഴുമോ എന്ന ഭയവും കർഷകർക്കുണ്ട്. യന്ത്രങ്ങളുടെ വാടക മണിക്കൂറിന് 2100 മുതൽ 2200 വരെയാണ്. നെൽച്ചെടികൾ 2 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുത്താണ് കൊയ്യുന്നത്. ഇത് അധിക ചെലവ് വരുത്തുന്നുണ്ടെന്നാണ് കർഷകരുടെ ആരോപണം. പാലക്കാട് ഭാഗങ്ങളിലും 2ാം വിള കൊയ്ത്ത് സജീവമാണ്. സൂക്ഷിച്ചുവെക്കാൻ സൗകര്യമില്ലാത്തതിനാൽ കർഷകർ സ്വകാര്യ മില്ലുകൾക്ക് നെൽ നൽകി തുടങ്ങി. കഴിഞ്ഞ വർഷം കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതിൽ നിന്ന് സ്വകാര്യ മില്ലുകൾ പിൻവാങ്ങിയിരുന്നു. നെല്ലിന്റെ വില ഉടൻ ലഭിക്കുമെന്നതിനാൽ കൂടുതൽ കർഷകർ സ്വകാര്യ മില്ലുകൾക്ക് നൽകുകയാണ്. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നെല്ല് സംഭരണം തുടങ്ങിയെങ്കിലും സംഭരണ വില ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേങ്ങാവില കുതിക്കുമ്പോൾ വിപണിയിൽ ചരക്ക് ക്ഷാമം രൂക്ഷം. പച്ചത്തേങ്ങയുടെ ലഭ്യത കുറവ് മൂലം വില കിലോയ്ക്ക് 100 തൊട്ടേക്കും. അടുത്ത മാസങ്ങളിൽ തേങ്ങവില 100 രൂപയിലെത്തുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തേങ്ങയുടെ ലഭ്യത 65% കുറഞ്ഞു. നാഫെഡിലോ മില്ലുകളിലോ തേങ്ങയോ കൊപ്രയോ സ്റ്റോക്കില്ല. വടക്കേ ഇന്ത്യയിലുള്ളവർ രാജാപൂർ കൊപ്രയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവരും പച്ചത്തേങ്ങ ഉപയോഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പച്ചത്തേങ്ങ എങ്ങും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അതിനാൽ വില കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വിലയിടിവ് കർഷകരെ നാളികേര കൃഷിയിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നു. ആഗോളതലത്തിൽ നാളികേരക്ഷാമം രൂക്ഷമാകുന്നതിനിടയിൽ വിപണിയിലെ പുതിയ ശക്തിയായി വളർന്നുവരുന്ന വിയറ്റ്നാമിലും ഉൽപാദനം 50% വരെ കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനമാണ് വിയറ്റ്നാമിൽ വിളവ് ചുരുങ്ങാൻ ഇടയാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ വില കനത്ത ഇടിവിൽ. ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ ശേഖരിക്കുന്നതിൽ കുറവ് വരുത്തിയതാണ് വിലയിടിവിന് കാരണം. വില നേർപകുതിയായാണ് കുറഞ്ഞത്. ചോക്ലേറ്റ് കമ്പനികളുടെ പിന്മാറ്റം കർഷകരെയും വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കി. 3 ആഴ്ച മുമ്പ് 600 രൂപയുണ്ടായിരുന്നത് 300 രൂപയായി. 120, 130 രൂപയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് 80 രൂപയാണ് നിലവിൽ വില. ഹൈറേഞ്ച് കൊക്കോയ്ക്ക് 350 രൂപ വരെ വിലയുണ്ട്. വിലയിടിഞ്ഞതോടെ കഴിഞ്ഞ മാസം കൊക്കോ ശേഖരിച്ച വ്യാപാരികൾ കൈവശമുള്ള ചരക്ക് വിലക്കുറവിൽ വിൽക്കേണ്ട അവസ്ഥയിലാണ്. പുളിപ്പിച്ച് ഉണങ്ങിയ നിലവാരമുള്ള കൊക്കോ മതി എന്ന നിലപാടിലാണ് കമ്പനികൾ. കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൊക്കോ വില 1100 രൂപയിൽ റെക്കോർഡിട്ടത്. പച്ചക്കൊക്കോയ്ക്ക് 350 രൂപ വരെയായിരുന്നു. ഈ വർഷം ആദ്യം 700 രൂപ മുതൽ 750 രൂപ വരെ ലഭിച്ചിരുന്നു. പ്രധാന ഉൽപാദന രാജ്യങ്ങളായ ഐവറി കോസ്റ്റ്, നൈജീരിയ, ഘാന, ഇക്വഡോർ എന്നിവിടങ്ങളിലെ ഉൽപാദനം കുറഞ്ഞതോടെയാണ് കഴിഞ്ഞ വർഷം ആവശ്യകത കൂടിയത്. നിലവിൽ ഉൽപാദനം കൂടിയതോടെ ഇവിടെ വില ഇടിഞ്ഞു. റബ്ബർ തോട്ടങ്ങളിലടക്കം ഇടവേളയായി ഇപ്പോൾ വ്യാപകമായി കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
പരുത്തി ഉൽപാദനത്തിൽ ഇടിവ്. ഉൽപാദന പ്രവചനങ്ങൾ വെട്ടിച്ചുരുക്കി പരുത്തി ഉൽപാദന ഉപഭോഗ സമിതി. പ്രധാന പരുത്തി ഉൽപാദന സംസ്ഥാനമായ ഗുജറാത്തിൽ വിളവിലും ഉൽപാദനത്തിനും ഗണ്യമായ ഇടിവ്. ഇതേ തുടർന്ന് പരുത്തി ഉൽപാദന ഉപഭോഗ സമിതി വിളവെടുപ്പ് പ്രവചനങ്ങൾ 1.67% കുറച്ചു. പുതിയ പ്രവചനം 294.25 ലക്ഷം ബെയിലുകളായി കുറച്ചിരിക്കുകയാണ് സമിതി. ഈ സീസണിൽ 299.26 ലക്ഷം ബെയിലായിരുന്നു തുടക്കത്തിൽ പ്രവചിച്ചത്. കണക്കുകൾ പ്രകാരം ഗുജറാത്തിലെ ഉൽപാദനം 71.34 ലക്ഷം ബെയിലായി കുറയും. പ്രാരംഭ പ്രവചനത്തിലെ 84.01 ലക്ഷം ബെയിലുകളിൽ നിന്ന് 15% കുറവ്. സീസണിലെ പ്രതികൂല കാലാവസ്ഥ വിളവിനെ ബാധിച്ചതാണ് കാരണം. രണ്ടാമത്തെ വലിയ ഉൽപാദക സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ഉൽപാദന പ്രവചനം 89.09 ലക്ഷം ബെയിലായി ഉയർത്തും. ഇത് നേരത്തെ പ്രവചിച്ചിരുന്ന 84.01 ലക്ഷം ബെയിലുകളിൽ നിന്ന് 5% കൂടുതലാണ്. അനുകൂലമായ കാലാവസ്ഥ മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും വിളവിന് സഹായകമാണ്. മധ്യപ്രദേശിലും ഉൽപാദനം നേരിയ തോതിൽ ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 204, RSS 5 201, ലാറ്റക്സ് 137, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 200, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിൾ 70,700, കുരുമുളക് അൺഗാർബിൾ 68,700, ഏലക്ക 2450 മുതൽ 2550 വരെ, വെളിച്ചെണ്ണ 25,300, കൊപ്ര 17,400, ചുക്ക് 22,500.